നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. അദ്ദേഹം എഴുതിയ 9 പേജുള്ള ഡയറി കുറിപ്പുകൾ ഒരു ആത്മഹത്യാ കുറിപ്പായി കണക്കാക്കുവാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡയറി കിട്ടിയത് മരണം നടന്ന മുറിയിൽ നിന്നല്ലാത്തതിനാൽ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ആത്മഹത്യാക്കുറിപ്പായി കരുതാനാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. റോയിയുടെ ക്യാബിനിൽ മറ്റാരെങ്കിലും അതിക്രമിച്ചു കയറിയതിന് തെളിവില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. റോയിയുടെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഭാര്യ ലിനി റോയ്, സഹോദരൻ CJ ബാബു, കമ്പനി MD ആയ TA ജോസഫ് എന്നിവരിൽ നിന്നും മൊഴിയെടുക്കും. അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും സൂചനയുണ്ട്. 30-ന് ഉച്ചകഴിഞ്ഞ് തനിക്കൊപ്പമാണ് റോയ് കമ്പനി ആസ്ഥാനത്തേക്ക് വന്നതെന്നാണ് TA ജോസഫിന്റെ മൊഴി. എന്നാൽ 2 മണിയോടെ തന്നെ എത്തിയതാണെന്നാണ് സുരക്ഷാ ജീവനക്കാരുടെ മൊഴി. ആദായ നികുതി ഉദ്യോഗസ്ഥരുമായി റോയ് സംസാരിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ക്യാബിനടുത്തുള്ള CCTV പ്രവർത്തനരഹിതമായതിനാൽ എപ്പോഴാണ് ക്യാബിനിലേക്ക് പോയതെന്നും വ്യക്തമായിട്ടില്ല. 9 പേജുള്ള കുറിപ്പാണ് റോയിയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നത്. നിക്ഷേപകരെയും ജീവനക്കാരെയും കൈവിടരുതെന്നും കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശങ്ങളും ഈ കുറിപ്പിലുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ തന്നെ സ്നേഹിക്കുന്നവർ പൊറുക്കണമെന്നും അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച കമ്പനി ആസ്ഥാനത്തെ മുറിയിലായിട്ടാണ് റോയിയെ വെടിയേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ വീട്ടിലും ഓഫീസിലും നടത്തിയ പരിശോധനയിലാണ് ഡയറി കണ്ടെത്തിയത്. റോയി മരിച്ച സമയത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിലുണ്ടായിരുന്ന ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും. റോയിയുടെ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. റോയിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ CCTVകൾ പ്രവർത്തനരഹിതമാക്കിയത് എന്തിനാണെന്നും ഉദ്യോഗസ്ഥർ ആരാഞ്ഞു. റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട റോയിയുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുകയാണ്. CJ റോയിയുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇനി പുറത്തുവരുന്നത്. മരിക്കാനുള്ള പെട്ടെന്നുള്ള പ്രേരണയല്ല ഈ ഡയറിയിൽ ഉണ്ടായിരുന്നത്. പകരം തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാവി, നിക്ഷേപകരോടുള്ള ഉത്തരവാദിത്വം, കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ പ്ലാനിംഗ് ആണ് അതിലുണ്ടായിരുന്നത്. ഇത് വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എഴുതിയതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുണ്ടായ ബിസിനസ് തിരിച്ചടികളെക്കുറിച്ചും ഈ ഡയറിയിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ പെട്ടെന്നുള്ള ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള വൈകാരികമായ കുറിപ്പുകളല്ല. അതേസമയം റോയിയുടെ ആത്മഹത്യയും ആദായ നികുതി വകുപ്പ് പരിശോധനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. CJ റോയി 2005-ൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങി. അതേ വർഷമാണ് അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്ന് വിടുന്നത്. 1997 വരെ റോയ് ശമ്പളം വാങ്ങുന്ന തൊഴിലാളിയായി BPL, TVS, HP എന്നീ സ്ഥാപനങ്ങളിൽ റോയ് ജോലി ചെയ്തിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. തുടർന്ന് റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ചേർന്നു. അക്കാലത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് വിഖ്യാതമായ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായിരുന്നു. കൃഷ്ണൻ നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലതാ നമ്പൂതിരിയുമായിരുന്നു ഉടമകൾ. ഉടമസ്ഥയുടെ വിശ്വസ്തനായി മാറിയ റോയ് ക്രിസ്റ്റലിന് വേണ്ടി ഭൂമി വാങ്ങിക്കുന്ന ചുമതലക്കാരനായി. നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ക്രിസ്റ്റൽ ഒരു ദിവസം പൊട്ടി. കൃഷ്ണൻ നമ്പൂതിരിയും ലതയും ജയിലിലായി. 2001 മുതൽ റോയി സ്വന്തം പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നുവെന്നാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നത്. അക്കാലത്ത് അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വിശ്വസ്തനായ മാനേജറായിരുന്നു എന്നതും ഓർക്കണം. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വിശ്വസ്തനായ ഡയറക്ടർ അക്കാലം മുതൽ സ്വന്തം പേരിൽ ഭൂമി വാങ്ങിയിരുന്നുവെങ്കിൽ അതിനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യം പ്രസക്തം. ക്രിസ്റ്റൽ കമ്പനിയിൽ നിന്നും മാറി കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ അദ്ദേഹം സമ്പന്നനായിരുന്നു. കേരളത്തിലും കർണാടകയിലും സ്വന്തമായി ഭൂമിയുണ്ടായിരുന്നു. ബാങ്കിൽ നിന്നും കടം വാങ്ങാതെ ഫ്ളാറ്റുകളും വില്ലകളും കെട്ടിപ്പടുക്കുവാനുള്ള പണം അദ്ദേഹം സമാഹരിച്ചു. ഇത്രയും ഭൂമിയും പണവും അദ്ദേഹം എങ്ങനെ സമാഹരിച്ചുവെന്ന് കൃത്യമായി ഒരാളും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ആരാധകരായ മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ്മെന്റ് നടത്തി പണം ഉണ്ടാക്കിയെന്നാണ്. അദ്ദേഹം മാനേജ് ചെയ്ത ക്രിസ്റ്റൽ ഗ്രൂപ്പ് പൊളിയുകയും അതിൽ ഉടമകളായ നമ്പൂതിരിമാർ ജയിലിൽ ആവുകയും ചെയ്തപ്പോൾ അതിലെ ഡയറക്ടറായ റോയ് ഒരു കേസിലും പെട്ടില്ല എന്ന് മാത്രമല്ല അതേ വർഷം കോൺഫിഡന്റ് ഗ്രൂപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇക്കാര്യം പക്ഷേ ആരാധകരായ മാധ്യമങ്ങൾ പറയില്ല. കാലം ഒരാളോടും ഔദാര്യം കാണിക്കാറില്ല. കർമ്മം ചെയ്യുന്നവനെ അതിൽ ഫലം തേടിയെത്തുകയും ചെയ്യും. ആ കർമ്മഫലമാകട്ടെ താൻ തന്നെ അനുഭവിക്കുകയും വേണം. ഇത് കർമ്മബന്ധത്തിന്റെ ദയാരഹിതമായ നിയമമാണ്. റോയിയുടെ ആത്മഹത്യയും ആദായ നികുതി വകുപ്പ് പരിശോധനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അന്ന് നടന്നത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡല്ല. 3 മാസം മുൻപ് നടന്ന റെയ്ഡിന്റെ നടപടിക്രമങ്ങളുടെ പൂർത്തീകരണം മാത്രമാണ് അന്ന് നടപ്പാക്കേണ്ടിയിരുന്നത്. ആ തീയതികളിലാകട്ടെ റോയിയുടെ കൂടി സൗകര്യത്തിനനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടതും. അതുകൊണ്ടാണ് പോലീസ് സഹായമില്ലാതെ ആദായ നികുതി ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കള്ളപ്പണം കണ്ടെത്തിയാലും പിഴയടച്ച് പരിഹരിക്കാവുന്നതാണ്.
അതുകൊണ്ട് ഈ പരിശോധനയാണ് മരണകാരണമെന്ന പ്രചാരണം മാപ്രകൾ ഏറ്റെടുത്തുവെങ്കിലും അത് വിലപ്പോയില്ല. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പ്രചരിപ്പിച്ചത് റോയിയുടെ സഹോദരനാണ്. റോയിയുടെ സഹോദരൻ എന്തിനാണ് ഈ പ്രചാരണം നടത്തിയതെന്ന കാര്യം അന്വേഷിക്കണം. കാരണം ഇപ്പോൾ കേൾക്കുന്നത് റോയിയുടെ അവസ്ഥ ഈ സഹോദരന് കൃത്യമായി അറിയാമായിരുന്നുവെന്നാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനഹാനി എന്നിവയൊന്നും റോയിയെ അലട്ടിയിരുന്നില്ല എന്നാണ് അറിയുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ റോയി എന്തിന് ആത്മഹത്യ ചെയ്തു? വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടുവെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ആ പ്രതിസന്ധികൾ സാമ്പത്തികം മാത്രമാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാമ്പത്തിക ശക്തി റോയിക്കുണ്ട്. അപ്പോൾ എന്തിനാണ് റോയി ആത്മഹത്യ ചെയ്തത് എന്നാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്നൊരാൾ പങ്കുവച്ച കുറിപ്പിൽ ചോദിക്കുന്നത്.